കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സന ഫാത്തിമയെ കാണാതായത്. സന ഫാത്തിമയെ എങ്ങനെ കാണാതായി എന്നത് സംബന്ധിച്ച അവ്യക്തതയായിരുന്നു 7ാം ദിവസമായ ഇന്ന് വരെയും നാട്ടുകാരെയും ജില്ലയിലെ ജനങ്ങളെ ആകെയും പിന്തുടർന്നത്. കാരണം വീട്ടുമുറ്റത്ത് ഒരു കുഴൽ സ്ഥാപിച്ചിരുന്നു. അത് മലഞ്ചെരുവിലെ വെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നതിന് സ്ഥാപിച്ച ഒരു കുഴലായിരുന്നു. ആ കുഴലിൽ കുട്ടി വീണതാകാമെന്നത് തന്നെയായിരുന്നു ആദ്യ നിഗമനം. പക്ഷേ ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരും ഒക്കെ തന്നെ കുട്ടി അതിൽ വീഴാനിടയില്ല, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്, നാടോടികളൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നൊരു സംശയം പങ്കുവച്ചു. അതേ തുടർന്നാണ് അന്വേഷണത്തിന് ആ ഘട്ടത്തിലേക്ക് മറ്റ് മേഖലകളിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോഴും പോലീസ് 99% സാധ്യതയും കുട്ടി ഒഴുക്കിൽ പോയി എന്നത് തന്നെയായിരുന്നു. അതനുസരിച്ചുള്ള അന്വേഷണം, എല്ലാ തരത്തിലുള്ള അന്വേഷണവും പുരോഗമിച്ചിരുന്നു. ഇന്ന് 7ാം ദിവസം ഈ കാണുന്ന ചന്ദ്രഗിരി പുഴ, ഇത് പാണത്തൂരിൽ നിന്ന് ഒഴുകി വരുന്ന 60 കിലോമീറ്ററോളം ഒഴുകി വന്ന് കടലിൽ ചേരുന്ന പുഴയാണ്. ഈ പുഴയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടെ ഇത്രയും 60 കിലോമീറ്റർ ദൂരത്തോളം ഇരു കരകളിലുമായി നടത്തിയ തെരച്ചിലിലാണ് പവിത്രം കയത്ത് വെച്ച് ഒരു പടർപ്പുകളിൽപ്പെട്ട് കുട്ടിയുടെ മൃതദേഹം തൂങ്ങിക്കിടക്കുന്നതായി കണ്ടത്. കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് എടുത്ത് ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയ സ്ഥലമാണ്. പക്ഷേ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു, വലിയ തോതിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മൃതദേഹം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മഴ കുറവാണ്, 3 ദിവസമായി ജില്ലയിൽ മഴ കുറവാണ്. അതുകൊണ്ടാണ് ആ വേലിപ്പടർപ്പിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്.